ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട കല്ലേറ്റുകരയ്ക്കടുത്ത് ഞങ്ങൾ പണിത ഒരു ഭവനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. മെയിൻ ഡോർ കടന്ന് കടക്കുന്നത് ഒരു ലിവിങ് റൂമിലേക്കാണ്. ലിവിങ് റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ TV യൂണിറ്റും റൈറ്റ് സൈഡിൽ പ്രയർ ഏരിയയുമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ചുമരിൽ ഒരു ബ്രിക്ക് മോഡൽ വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിൽ ഡയമണ്ട് മോഡലിൽ ഒരു ചെറിയൊരു മിനിമൽ ജിപ്സം ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ വാള് നല്ല വിഡ്ത്തി ഏരിയയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് ഭംഗി കിട്ടാൻ വേണ്ടി ഒരു ഡയമണ്ട് ആകൃതിയിൽ അവിടെയും അതിൻ്റെ ഒരു പാറ്റേൺ എല്ലാം നമ്മൾ ഡിസൈനിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ലിവിങ് റൂമിൻ്റെ റൈറ്റ് സൈഡ് പോർഷനിൽ ഡൈനിങ്ങിലേക്ക് കടക്കുന്ന എൻട്രൻസിലായിട്ടാണ് ഈ വീടിൻ്റെ പ്രയർ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 710 ഗ്രേഡിലുള്ള പ്ലൈവുഡ് വെച്ചിട്ടാണ് പ്രയർ ഏരിയ നമ്മൾ ചെയ്തിരിക്കുന്നത്. CNC കട്ടിംഗ് ഉള്ള ഡിസൈൻസ് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. ലിവിങ് റൂമിൽ നിന്നും നേരിട്ട് കയറി വരുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഈ ഡൈനിങ് റൂമിൽ ഒരു ചെറിയൊരു ഡൈനിങ് റൂം, അതിനോട് ചേർന്നിട്ടൊരു ഷോക്കേഴ്സ്, പിന്നെ ഈ ഡൈനിങ് റൂമിൽ നിന്ന് തന്നെ ഒരു വ്യൂ കിട്ടുന്ന രീതിയിലൊരു ഇൻഡോർ പാഷ്യോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പാഷ്യോയിലേക്ക് നമ്മളൊരു അലുമിനിയം പ്രൊഫൈലിൻ്റെ ഒരു ഡോറാണ്, സ്ലൈഡിങ് ഡോറാണ് കൊടുത്തേക്കുന്നത്. ഇത്തിരി കൂടി സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു ഷട്ടറും കൂടി നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ എല്ലാ പോർഷനിലേക്കും വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡൈനിങ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് റൂമിൽ നിന്ന് തന്നെയാണ് ഈ വീടിൻ്റെ പാഷ്യോ, 2 ബെഡ്റൂം, കിച്ചൺ, അതുപോലെ തന്നെ സ്റ്റെയർ റൂം, ഇത് 3ലേക്കുമുള്ള എൻട്രൻസ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഡൈനിങ് ഏരിയ ആണ് ഈ വീടിൻ്റെ ഒരു മെയിൻ സെൻട്രൽ പോർഷൻ എന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാഷ്യോയിൽ ഒരു സ്ലൈഡിങ് ഡോറാണ് നമ്മൾ വെച്ചേക്കുന്നത്. അലുമിനിയം ടൈപ്പിലുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ആ ഡോർ ചെയ്തേക്കുന്നത്. അതിൻ്റെ വാളിൽ റെഡ് കളറുള്ള റെഡ് ബ്രിക്ക് വെച്ചിട്ടൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു അക്വേറിയം നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കൊച്ചു പാഷ്യോ ആണ്. (1624 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിനോട് കൂടിയാണ് 2022 ഈ വീട് നമ്മൾ പൂർത്തീകരിച്ചത്. ഡൈനിങ് റൂമിൻ്റെ അടുത്തുള്ള സ്റ്റെയർ റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ അവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയയിൽ ഒരു റെഡ് കളറിലുള്ള റെഡ് ബ്രിക്ക് ടൈപ്പ് വാൾ ടൈലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ സ്റ്റെയർ ഏരിയ. സ്റ്റെയർ ഏരിയയിൽ നമ്മളൊരു വുഡൻ കളർ ടൈൽസാണ് നമ്മൾ സ്റ്റെയർ ഏരിയയിൽ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിനും റൈസറിനും യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റെയറിൻ്റെ ഹാൻഡിൽ GI പൈപ്പ് വെച്ച് ഒരു സിക്സ് ആക്ക് ഡിസൈനാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. കൈ പിടിക്കുന്ന ഏരിയയിൽ ഒരു ടീക്ക് വുഡിൻ്റെ ഒരു ബീഡിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ട്.
ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ. ഒരു അലുമിനിയം പ്രൊഫൈൽ കബോർഡാണ് നമ്മൾ കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. യെല്ലോ കളറിൽ തീമിലാണ് നമ്മളിതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഒരു ചെറിയൊരു കിച്ചണാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ്, അതുപോലെ സിങ്ക്, ഹുഡ് ആൻഡ് ഹോബ് ഇവയെല്ലാം ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ബെഡ്റൂം ഡോറുകളെല്ലാം WBCയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഡോറുകളെല്ലാം ഒരു ഗ്രേ വുഡൻ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിലൊരു സൈഡ് ബോർഡർ കൊടുത്ത് വുഡൻ്റെ മെയിൻ തീമിൽ കൊടുത്ത് ഒരു ബ്ലാക്ക് കളർ അതിൻ്റെ ഗ്രൂസിലൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ വീടിൻ്റെ ഡോറുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കൊച്ചു വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി വരും വരയ്ക്കും ബൈ ഫ്രം സനൂപ് ബാബു.